സുഭാഷിതം. ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായത്തിന്റെ 43 വാക്യം. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. And Jesus said to him, Assuredly I say to you, today you will be with me in paradise. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥായിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയെ ക്ഷണിക്കുന്നു. അവിടെ 3 കുരിശുകളെ നമുക്ക് കാണുവാൻ കഴിയും. മരണത്തിന് വിധിക്കപ്പെട്ട 3 കുറ്റവാളികൾ ആ കുരിശുകളിൽ തൂങ്ങിക്കിടക്കുന്നു. യേശു കർത്താവിനെ മാറി മാറി വിസ്തരിച്ചിട്ടും അവനിൽ യാതൊരു കുറ്റവും കണ്ടുപിടിക്കുവാൻ കഴിയാത്ത വിധി കർത്താവ് മരണയോഗ്യമായത് യാതൊന്നും ഞാൻ അവനിൽ കാണുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു. യേശുവിനോടൊപ്പം ക്രൂശിക്കേണ്ടതിന് 2 ദുഷ്പ്രവൃത്തിക്കാരെയും കൊണ്ടുപോയി. 33 വാക്യം വായിക്കുന്നത്, തലയോടിടം എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ച് സമശിക്ഷാവിധി തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ എന്ന് ചോദിക്കുന്നു. ന്യായമായിട്ടാണ് അവർ 2 പേരും ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് അവൻ വെളിപ്പെടുത്തുന്നു. ഒരു കുറ്റവും ചെയ്യാത്ത പാപമില്ലാത്ത മശികയോടൊപ്പമാണ് താൻ ആയിരിക്കുന്നത് എന്ന് ആ ദുഷ്പ്രവൃത്തിക്കാരൻ തിരിച്ചറിഞ്ഞു. യേശു രാജാവാണെന്നും രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമെന്നുമുള്ള ഉൾക്കാഴ്ച അദ്ദേഹത്തിനുണ്ടായി. യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് അവൻ യേശുവിനോട് പറയുന്നു. അതിന് ഉടൻ തന്നെ കർത്താവ് മറുപടി കൊടുത്തു, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ഉത്തരമാണ് കള്ളന് യേശുവിൽ നിന്ന് ലഭിച്ചത്. അവസാന നിമിഷവും യേശുവിനെ പരിഹസിച്ച് ദുഷിച്ചു പറഞ്ഞ ഒരുവൻ നിത്യനാശത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരുവന് പാപക്ഷമ ലഭിക്കുകയും നിത്യരാജ്യം ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഇവിടെ യേശു കുരിശിലെ മരണത്തിന്റെ ശാരീരിക പീഡനം സഹിച്ചുകൊണ്ട് ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവകോപത്തിന്റെ ഭാരവും വഹിച്ചുകൊണ്ട് ആയിരിക്കുമ്പോഴും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു പാപിയെ കൈവിടാത്ത യേശു രക്ഷകൻ, കുരിശിൽ കിടന്ന വേദന അനുഭവിക്കുമ്പോഴും തന്നിൽ വിശ്വസിക്കുന്ന ഒരുവന്റെ ആത്മാവിനെ കുറിച്ചുള്ള കരുതൽ എത്ര വലിയവയാകുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് മനം നൊന്ത് പ്രാർത്ഥിക്കുന്ന കർത്താവിനെയാണ് കാണുന്നത്. ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അവൻ തൻ്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എൻ്റെ താല്പര്യമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. എൻ്റെ ജീവിതത്തിൽ എനിക്കിനി യാതൊരു രക്ഷയുമില്ല, മരണമല്ലാതെ മറ്റൊന്നിനും പോംവഴിയില്ല എന്ന് ചിന്തിച്ച് നിരാശയിലും വേദനയിലും കഴിയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നു എങ്കിൽ ആ ക്രൂശിൻ്റെ അടുക്കിലേക്ക് കടന്നു വരിക. നിങ്ങളെ രക്ഷിക്കുവാൻ, പർദീസയിൽ നിങ്ങളെ കൊണ്ടുപോകുവാൻ സന്നദ്ധനായി യേശു കർത്താവ് നിങ്ങളെയും വിളിച്ചുകൊണ്ടിരിക്കുന്നു. രക്ഷപ്പെട്ട ദുഷ്പ്രവൃത്തിക്കാരനെ പോലെ ഉള്ള അവസ്ഥ ദൈവത്തോട് ഏറ്റുപറയാം. കുറവുകളെ ക്ഷമിക്കണമേ, അവിടുത്തെ രാജ്യത്തിൽ എന്നെയും ആക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഒരു പാപിയെക്കുറിച്ചുള്ള അങ്ങയുടെ സ്നേഹവും വേദനയും ഞങ്ങൾ അറിയുന്നു. അവിടുത്തെ രാജ്യത്തിൽ എത്തുവാൻ, അങ്ങയോടൊപ്പം ആയിരിക്കാൻ അടിയങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.